എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജേർണലിസം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രസ് എങ്ങനെ ആരംഭിക്കുന്നു, അതിന് ആരാണ് തുടക്കക്കാരൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ലൈറ്റായിട്ടൊന്ന് കണ്ടുപോയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇന്ത്യൻ പ്രസ്സിന് ഒരു ബ്രിട്ടീഷുകാരൻ നൽകിയ കോൺട്രിബ്യൂഷൻ. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം എന്നാണ്. ഹിക്കി തുടക്കം കുറിക്കുക മാത്രം ചെയ്തുള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രത്തെ ഒരു ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന ക്വാളിറ്റിയിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ വായിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പറിൽ കൂടുതലും ഗോസിപ്പുകളായിരുന്നു, പോയിറ്റ് കോർണർ, ലെറ്റർ ടു എഡിറ്റർ, ക്ലാസിഫൈഡ് ആഡ്സ്, പിന്നെ പഴയ യൂറോപ്യൻ ന്യൂസ് പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത വാർത്തകളുടെ ഒരു ആവർത്തനം. അപ്പോൾ അതിനൊരു നല്ല ക്വാളിറ്റി ന്യൂസ് പേപ്പർ എന്ന് പറയാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ജേർണലിസത്തിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഹിക്കിയുടെ പേര് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ജേർണലിസം. അവിടെ ഹിക്കി എന്നല്ലാതെ വേറൊരു പേര് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ്. പക്ഷേ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നിട്ട് കൂടി ബ്രിട്ടൻ ഇന്ത്യയോട് കാണിക്കുന്ന നീതികേടിനെ തുറന്നു കാണിക്കാൻ ഒരവസരമുണ്ടാക്കിയ റൈറ്ററാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. അതുകൊണ്ട് തന്നെ ഹീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻറ്റിങ് പബ്ലിഷിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹിക്കിയുടെ തന്നെയാണ്. പക്ഷേ ജേർണലിസത്തിൻ്റേതായിട്ടുള്ളൊരു മാനം കൈവരുന്നത് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം വരുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്താണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യൻ ജേർണലിസത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ജേർണലുകൾ ഏതൊക്കെയാണെന്നുള്ളതും, ഏതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതും, അതിനുശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന, ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, സേരംപോർ മിഷണറീസ്, ബംഗാളിലെ സേരംപോർ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന മിഷണറി ഗ്രൂപ്പായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. അവർ പ്രസിദ്ധീകരണങ്ങൾ നടത്തി. 3 എണ്ണത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഷയിലുള്ള പതിപ്പാണ്, വേറെ പ്രസിദ്ധീകരണമൊന്നുമല്ല. യഥാർത്ഥത്തിൽ 2 പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. പക്ഷേ 2 ഭാഷകളിലായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് അതിനെ 2 മാഗസീനായിട്ട് കണക്കാക്കുന്നു. കാരണം വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, തദ്ദേശീയമായിട്ടുള്ള ഭാഷ. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വെർനാക്കുലർ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ മലയാളം. അപ്പോൾ ഹിക്കിയുടെ ഒരു പ്രശ്നം, ഹിക്കി ഇംഗ്ലീഷിലാണ് പത്രം ഇറക്കിയിരുന്നത്. കാരണം ഹിക്കിയുടെ റീഡേഴ്സ് മുഴുവൻ ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ഇന്ത്യക്കാരന് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു ഇന്ത്യൻ പത്രം അന്നത്തെ കാലത്ത് അവൈലബിൾ അല്ല. അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പാണ് നമ്മളീ പറഞ്ഞ സേരംപോർ മിഷണറീസ് നടത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം സേരംപോർ മിഷണറീസിലേക്ക് പോവാം. ഓക്കെ, റെഡിയല്ലേ? ശരി. ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. Among the pioneers of the press in India, James Silk Buckingham is an outstanding figure. He fought the authorities for good cause of the profession. Jawaharlal Nehru described him
as one of the earliest champion of the freedom of the press in India and one who is still remembered in this country for his contribution. അപ്പോൾ ഇന്ത്യൻ ജേർണലിസത്തിന് ആ ഒരു ജേർണലിസ്റ്റിക് പ്രൊഫഷൻ്റെ ക്വാളിറ്റി വേണമെന്ന് നിർബന്ധം പിടിച്ച, അതിനുവേണ്ടി നിരന്തരം അതോറിറ്റീസുമായിട്ട് തർക്കത്തിലേർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജെയിംസ് എൽ ബക്കിങ്ഹാം. അദ്ദേഹം ഇന്ത്യക്കാരനല്ലാതിരുന്നിട്ട് കൂടി ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അനീതികൾ, അക്രമങ്ങൾ തുറന്നു കാട്ടാനുള്ള വേദിയായിരിക്കണം ഇന്ത്യൻ ജേർണലിസം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ജെയിംസ് എൽ ബക്കിങ്ഹാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു. മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ പ്രസ് ഫ്രീഡത്തിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആദ്യത്തെ വ്യക്തിയാണ് എന്തിനു വേണ്ടിയിട്ട്, ചാമ്പ്യൻ ഓഫ് ഫ്രീഡം ഓഫ് ദി പ്രസ് ഇൻ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രസ്സിന് ഫ്രീഡം വേണമെന്ന് ആദ്യമായിട്ട് അവകാശപ്പെട്ട വ്യക്തിയും, ഒപ്പം ഇന്നും ഈ രാജ്യം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻ്റെ പേരിലാണ്. കാരണം ബ്രിട്ടീഷുകാരായിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ അഴിമതിയെ തുറന്നു കാട്ടാൻ മടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ധൈര്യപൂർവ്വം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ്. അതിനുവേണ്ട ചുവടുവെപ്പുകൾ ആദ്യമായിട്ട് വെച്ച വ്യക്തിയാണ് ജെയിംസ് എൽ ബക്കിങ്ഹാം. ജെയിംസ് എൽ ബക്കിങ്ഹാം, the famous and one of the most controversial personality in Indian journalism, made his appearance on the Indian scene in 1818 by assuming the editorship of Calcutta Journal. 1780 ബംഗാൾ ഗസറ്റ് ഇറങ്ങി, അല്ലെങ്കിൽ ഹിക്കീസ് ഗസറ്റ് ഇറങ്ങി, അല്ലെങ്കിൽ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ ഇറങ്ങി. 1818 ജെയിംസ് എൽ ബക്കിങ്ഹാം അദ്ദേഹത്തിൻ്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പത്രത്തിൻ്റെ എഡിറ്റർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. പത്രത്തിൻ്റെ പേര് കൽക്കട്ട ജേണൽ എന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും, ഇതെന്താണ് ബംഗാൾ ഗസറ്റ്, കൽക്കട്ട ജേണൽ, എല്ലാം ബംഗാളിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണല്ലോ. ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വെസ്റ്റ് ബംഗാളാണ്. അതിന് കാരണമുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് അപ്പർ ക്ലാസ് ഫാമിലി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ബംഗാളിയാണ്. ബംഗാളി ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ ഇവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടിരിക്കുകയും ഒപ്പം തന്നെ ഒരുപാട് മുസ്ലിംസ് ബംഗാളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നാൽ ബംഗാൾ ഒരു വലിയ ശക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാക്ടറി തുടങ്ങാൻ ഏറ്റവും നല്ല സ്ഥലം കൊൽക്കത്തയാണ്. കാരണം ജലമാർഗമുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ജലമാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു നഗരമാണ് കൊൽക്കത്ത എന്ന് പറയും. അപ്പോൾ ആ അഡ്വാൻറ്റേജും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഫാക്ടറി തുടങ്ങുന്നത്, അവിടെ ആദ്യമായിട്ട് കോളേജ് തുടങ്ങുന്നത്, ബ്രിട്ടീഷ് ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കൊൽക്കത്തയിലാണ്. അതിനുശേഷം 1905 നിങ്ങൾ ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബംഗാൾ വിഭജനം. ഇന്ത്യൻ വിഭജനമല്ല, ബംഗാൾ വിഭജനമാണ്. അപ്പോൾ വൈ ദേ ചൂസ് ബംഗാൾ ടു ഡിവൈഡ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ബംഗാളാണ് അന്നത്തെ ഏറ്റവും പോപ്പുലർ, അല്ലെങ്കിൽ കൊൽക്കത്തയാണ് അന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നഗരം. അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ഒരേ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യക്കൊരു നാഷണാലിസ്റ്റിക് ഫീലിംഗ് ഒരു കാലത്തും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ബംഗാളിനെ തന്നെ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓൾമോസ്റ്റ് ബംഗാളിനെ ഡിവൈഡ് ചെയ്താൽ ഇന്ത്യ രണ്ടായിട്ട് പിളരും.
അങ്ങനെയാണ് ഇന്ത്യയുടെ അന്നത്തെ ഒരു മാപ്പും ഭൂപ്രകൃതിയൊക്കെ നിലനിൽക്കുന്നത്. ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ള രണ്ട് രീതിയിൽ ഇന്ത്യയെ മുറിച്ചിട്ട് അതിനെ രണ്ട് വിഭാഗമാക്കി തമ്മിലടിപ്പിക്കാനുള്ള ബ്രിട്ടൻ്റെ ഒരു ശ്രമമായിരുന്നു ശരിക്കും ബംഗാൾ വിഭജനം. പിന്നീട് അത് റദ്ദാക്കേണ്ടിയൊക്കെ വന്നു. ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ ആവുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അതുവരെ ബംഗാളാണ് മെയിൻ കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് ബംഗാളിൽ നിന്ന് ജേണലുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ കൽക്കട്ട ജേണൽ എന്ന് പറയുന്ന ജേണലിൻ്റെ പബ്ലിക്കേഷൻ്റെ എഡിറ്റർഷിപ്പ് 1818 ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഏറ്റെടുക്കുകയാണ്. ഹൈലി ഇൻ്റലിജൻറ്റ് ആൻഡ് ആർട്ടിക്കുലേറ്റ്, Buckingham presented a wide section of news in his journal, including correspondence column opened to everyone who had a grievance to ventilate. അപ്പം അദ്ദേഹം കൃത്യമായിട്ടൊരു ന്യൂസ് പേപ്പർ ശൈലിയിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ, ഒരു ജേണല് എന്താണോ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജേണലിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം ഒരു കറസ്പോണ്ടൻസ് കോളം അദ്ദേഹത്തിൻ്റെ ജേണലിൽ ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കറസ്പോണ്ടൻസ് കോളത്തിലൂടെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് തിന്മ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം, അല്ലെങ്കിൽ ഏതൊരു അനീതി വേണമെങ്കിലും തുറന്നു കാണിക്കാം. അതിനുള്ള വേദിയാണ് അദ്ദേഹം ഈ തുറന്നിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കറസ്പോണ്ടൻസ് കോളം എന്ന് പറയുന്നത്. He drew attention to issues such as inefficient police and certain European making the streets of Calcutta unsafe. ഈ പറഞ്ഞ കോളത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കൃത്യമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിഷേധിക്കേണ്ട ചില പ്രശ്നങ്ങൾ എടുത്തു കാട്ടി. കൽക്കട്ട പോലീസിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ചില ഇംഗ്ലീഷുകാർ ചില ബ്രിട്ടീഷ് കോളനികളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ നഗരങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഒരു സുരക്ഷിതത്വമില്ലായ്മ ചൂണ്ടിക്കാട്ടാനൊക്കെ ആയിട്ട് അദ്ദേഹം ഈ കോളം ഉപയോഗിച്ചു. കൽക്കട്ട ജേണൽ വാസ് സ്റ്റാർട്ടഡ് ബൈ സം ബ്രിട്ടീഷ് മെർച്ചൻസ് ഇൻ കൽക്കട്ട ടു പ്രൊപ്പഗേറ്റ് ദെയർ വ്യൂസ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. ദ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ദ പേപ്പർ അപ്പിയർഡ് ഇൻ കൊൽക്കത്ത ഓൺ October 2, 1880. ഡേറ്റ് ഓർത്ത് വയ്ക്കാൻ പറ്റും. 1818 October 2. October 2 ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ആ ഡേറ്റ് അങ്ങനെ ഓർത്ത് വയ്ക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇവിടുത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനിലുള്ള ചില കച്ചവടക്കാർ ചേർന്നിട്ടാണ് കൽക്കട്ട ജേണൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അവർ ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം അവർക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഉപാധി, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ഉള്ളൊരു പ്രസിദ്ധീകരണം. പക്ഷേ എഡിറ്റർഷിപ്പ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഏറ്റെടുത്തോടുകൂടി ആ ഐഡിയ ഒക്കെ പാടെ മാറ്റേണ്ടതായിട്ട് വന്നു. ഇറ്റ് വാസ് ആൻ 8-page bi-weekly newspaper priced at ₹1. ₹1 പത്രം വിറ്റിരുന്നു. ₹1 എന്നൊക്കെ പറയുമ്പോൾ 1818 ഭയങ്കര വിലയാണ്. പക്ഷേ 8 പേജാണ്. ഹിക്കിയുടെ പോലെ 2 പേജുള്ള പ്രസിദ്ധീകരണമല്ല, ബൈ വീക്കിലിയാണ്. ആഴ്ചയിൽ 2 വട്ടം വരും. മറ്റേത് വീക്കിലി ന്യൂസ് പേപ്പറായിരുന്നു ഹിക്കിയുടെ. ഇവിടെ ആയപ്പോൾ ആഴ്ചയിൽ 2 എന്നുള്ള രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റി. ഇറ്റ്സ് കണ്ടൻസ് ഇൻക്ലൂഡഡ് political, commercial, literary news and views. Thus, Calcutta Journal was entirely different from Hickey's Gazette, which mostly contained gossips, scandals and scurrilous writing. ഹിക്കി നേരമ്പോക്ക് പോലത്തെ ഒരു പത്രമാണ് നടത്തിയിരുന്നതെങ്കിൽ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിൻ്റെ നേതൃത്വത്തിൽ കൽക്കട്ട ജേണൽ അങ്ങനെ ആയിരുന്നില്ല. പൂർണ്ണമായിട്ടും ഒരു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യണം, ഒരു ലിറ്റററി, പൊളിറ്റിക്കൽ, സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള വ്യൂസ് ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാട്ടാനാണ് ന്യൂസ് പേപ്പർ എന്നുള്ള ബോധ്യം ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിന് ഉണ്ടായിരുന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ പത്രം മുന്നോട്ട് പോകാൻ തുടങ്ങി. ബക്കിംഗ്ഹാം ലേഡ് എംഫസിസ് ഓൺ
news of local condition, the life of the people, and critical reports on company. The carelessness of the police was pointed out and some prevailing public grievances were judicially exposed. It was reported in the journal that certain Europeans were a constant nuisance in the streets of Kolkata during nights. The Readers' Forum, a notable feature of Kolkata Journal, was opened to express glaring inefficiencies of the British rule without reservation of any kind, and the forum was open to all. അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാരായിട്ടുള്ള കുറേ ആൾക്കാർ കൽക്കട്ടയിൽ താമസിക്കുന്നുണ്ട്. കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായിട്ടും കമ്പനി ഒഫീഷ്യൽസായിട്ടൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുക, അതുപോലെ തന്നെ കൊള്ളയടിക്കുക, പിടിച്ചു പറിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്ന ഒരു കാലഘട്ടം. ഈ സമയത്താണ് കൽക്കട്ട ജേർണലിൽ ഒരു പുതിയ കോളം ആരംഭിക്കുന്നത്, റീഡേഴ്സ് ഫോറം എന്ന പേര്. അവിടെ ആർക്ക് വേണമെങ്കിലും എഴുതാം. എന്തെഴുതാം? നിങ്ങൾക്ക് പറയാനുള്ള അനീതികളെക്കുറിച്ച് തുറന്നു കാണിക്കാനുള്ള ഒരു വേദി. അവിടെ നിങ്ങൾ ബ്രിട്ടീഷുകാരനാവണമെന്നില്ല, ഇന്ത്യക്കാരനായിക്കൊള്ളണം നിർബന്ധമില്ല. നിങ്ങൾ ഏത് മേഖലയിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾക്കവിടെ ഓപ്പണായിട്ട് എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം കൽക്കട്ട ജേർണൽ തുറന്നു കൊടുത്തു. He also introduced to his readers the writings of Western authors. The editor's function, according to him, was to admonish governors of their duties, to warn them furiously of their fault, and to tell disagreeable truths. അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഒരു എഡിറ്റർ എന്ന പദവിയിലിരിക്കുന്ന ആൾ ചെയ്യേണ്ടത് ഭരിക്കുന്നവർക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഒപ്പം തന്നെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക, അതിനോടൊപ്പം തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക. ഇതാണ് ഒരു എഡിറ്റർ ചെയ്യേണ്ടത്. അല്ലാതെ ഭരിക്കുന്നവർക്ക് വേണ്ടി ഓശാന പാടലല്ല എഡിറ്ററുടെ ഉത്തരവാദിത്തം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചത്. He was fearless in condemning the local customs of Sati and the government's failure to put to an end it. He gave prominence to news and views from Bengali and Persian journals. He was also a friend of the Indian press and defended its right to exist and voice the opinion of the people. അപ്പോൾ അദ്ദേഹം ചെയ്തത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കസ്റ്റംസിനെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സതി. സതിയോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ്. സതി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചിതയിൽ ഭാര്യ ചാടി ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയെയാണ് സതി എന്ന് വിളിക്കുന്നത്. അതൊരു നിയമമായിരുന്നു, ട്രഡീഷനായിരുന്നു. എന്തിനു വേണ്ടി? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതായ്മ ചെയ്യുന്നതിൻ്റെയും ഒപ്പം തന്നെ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണത്. അപ്പോൾ ഇവിടെ അദ്ദേഹം അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയാൽ അത് ധൈര്യസമേതം വിളിച്ചു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റമാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ കാണിച്ചത്. ഒപ്പം ബംഗാളി പേർഷ്യൻ റൈറ്റേഴ്സിൻ്റെ ഒക്കെ പുതിയ ചില ചിന്തകൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അദ്ദേഹം സ്ഥലം കണ്ടെത്തുകയും ഒപ്പം തന്നെ ഇന്ത്യൻ പ്രസ്സിന് ഫ്രീഡം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത ആളാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. ആലോചിക്കേണ്ട കാര്യം, അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്, എന്നിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ്. രംഗസ്വാമി പാർത്ഥസാരഥി in his book Journalism in India describes James Silk Buckingham
as the father of Indian journalism. It was with Buckingham that the press really began to discuss public issue. അപ്പോൾ രംഗസ്വാമി പാർത്ഥസാരഥി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ജേർണലിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവ് ജെയിംസ് എൽക്ക് ബക്കിംഗ്ഹാമാണ്. കാരണം ആദ്യമായിട്ടാണ് ജേർണലിസത്തിന് ഇങ്ങനെയൊരു കർത്തവ്യം ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുവരെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അത് പറയുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ നടക്കുക, ക്ലാസിഫൈഡ്സ് കൊടുക്കുക, പരസ്യങ്ങൾ കൊടുത്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക, പിന്നെ അപരാധിച്ച കഥകൾ പലരെയും കുറിച്ച് എഴുതി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. അതിൽ നിന്നൊക്കെ വിട്ടൊരു മാറ്റത്തിന് ഇദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് രംഗസ്വാമി അദ്ദേഹത്തിനെ ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ് എന്ന് പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. പബ്ലിക് ഇഷ്യൂസ് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് ന്യൂസ് പേപ്പർ. ബക്കിംഗ്ഹാം വാസ് ഓൾസോ ചാമ്പ്യൻ ഓഫ് ദ ഫ്രീഡം ഓഫ് ദി പ്രസ്. He held views which were revolutionary in the background of the prevailing notion about the press. He was bold and impartial in his writings. He did not hesitate to attack even the high dignitaries in East India Company. അപ്പോൾ പ്രസ്സിന് ഫ്രീഡം വേണം, അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് ജെയിംസ് എൽക്ക് ബക്കിംഗ്ഹാം. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ നടക്കുന്ന അക്രമങ്ങളും അനീതികളും ധൈര്യസമേതം വിളിച്ചു പറയാനും, അവർ ഈവൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫാണെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് പോലും സംസാരിക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ആളാണ് ജെയിംസ് എൽക്ക് ബക്കിംഗ്ഹാം. By 1822, Calcutta Journal had increased its circulation and had gained wide popularity. British authorities became intolerant on account of his persistent criticism of their policy. Hastings' administration came to an end in 1823 and John Adam, the acting Governor General, deported Buckingham to England. He was served an order of deportation in 1823 with immediate effect for publishing adverse remarks in the editorial of Calcutta Journal. 1818 മുതൽ ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 1823 വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ അദ്ദേഹത്തിൻ്റെ അധികാരപരിധി കഴിഞ്ഞ് കാലാവധി പൂർത്തിയാക്കി തിരിച്ചു പോയത്. പുതിയത് വന്ന ജോൺ ആഡം, ആക്ടിംഗ് ആയിട്ട് ഗവർണർ ജനറൽ പോസ്റ്റിലിരുന്ന ജോൺ ആഡം, അദ്ദേഹത്തിന് ഇയാളെ കൊണ്ട് തൊയ്യലുമില്ല. കാരണം നിരന്തരമായിട്ട് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടൻ്റെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അവസാനം 1823 അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ച് നാട് കടത്താനായിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്ത് അത് ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഇദ്ദേഹത്തെ നാട് കടത്താനായിട്ട് തീരുമാനിച്ചു. എന്തിനു വേണ്ടി? നല്ല രീതിയിൽ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തതിൻ്റെ പേര്. On reaching England, he started Oriental Herald, in which he relentlessly pursued the exposure of the administration in India. Later, he became a member of the British Parliament and he strongly opposed the bill of the renewal of East India Company's charter. Buckingham was one of those journalists who was born and not made. His contribution to the struggle for freedom of the press in India is unforgettable. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്തു, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച് അദ്ദേഹത്തെ നാട് കടത്തി. അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തി. അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഓറിയൻ്റൽ ഹെറാൾഡ് എന്ന പേരിൽ അദ്ദേഹം പുതിയൊരു പത്രം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. ആ പത്രത്തിലും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിലാണ് 1850 കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യാണ്, ഇന്ത്യയുടെ ഭരണം തുടർന്നുകൊണ്ട് പോകാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ മെമ്പറായിരുന്ന ജെയിംസ് എൽക്ക് ബക്കിംഗ്ഹാം അതിനെ ശക്തമായിട്ട് എതിർത്തു.
ഭരണം കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല, ഗവൺമെൻറ് വേണമെങ്കിൽ നേരിട്ട് ഏറ്റെടുത്തോട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീഷ്യൽസ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ കണ്ടിട്ടാണ് ഇദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. ഒപ്പം തന്നെ ഇന്ത്യയിൽ പ്രസ് ഫ്രീഡം അനുവദിക്കണമെന്ന് ആദ്യമായിട്ട് വാദിച്ച വ്യക്തി ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമാണ്. Many describe Buckingham as the first real journalist in India. He was an inspiration behind the growth of Indian journalism. Before sailing to England, he sold all his property by public auction. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ചരിത്രത്തിലെ യഥാർത്ഥ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന പദവി കൈകാര്യം ചെയ്ത, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് കാണിച്ചു തന്ന വ്യക്തി ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമാണ്. ഒപ്പം തന്നെ അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് നാട് കടത്തപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഒരു പബ്ലിക് ഓപ്ഷൻ വിളിച്ചു ചേർത്തു. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ ലേലം. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി, അതായത് കൊൽക്കത്ത ജേണലിൽ അദ്ദേഹത്തിനുള്ള ഷെയറും കാര്യങ്ങളൊക്കെ വിറ്റ് തീർക്കാനായിട്ട് തീരുമാനിച്ചു. സാൻഡൈസ്, ആൻ ഇന്ത്യൻ ബോൺ കൊളീഗ്, വാസ് മെയ്ഡ് ദി എഡിറ്റർ ഓഫ് ദി കൽക്കട്ട ജേണൽ. Two Englishmen, Sanford Arnold and James Sutherland, were appointed to assist the editor. Buckingham left about ₹27,000 to enable the journal to continue publication. Buckingham started publishing a newspaper from the London titled Orient Herald. Calcutta Journal freely reproduced articles and extract printed ഇൻ ഓറിയൻ്റൽ ഹെറാൾഡ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം 27,000 രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയി. എന്തിനു വേണ്ടി? ഈ കൽക്കട്ട ജേണലിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങാതിരിക്കാൻ വേണ്ടി. ഒപ്പം ഒരു ഇന്ത്യക്കാരനും 2 ഇംഗ്ലീഷുകാരും കൂടിയിട്ടാണ് അദ്ദേഹത്തിന് പകരം എഡിറ്റോറിയൽ വർക്ക് മുഴുവൻ ചെയ്തിരുന്നു. അതൊന്നും പോരാണ്ട് അദ്ദേഹം ഓറിയൻ്റൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലൊരു പത്രം തുടങ്ങുകയും ആ പത്രത്തിൽ അച്ചടിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടിയോ അല്ലെങ്കിൽ അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കൽക്കട്ട ജേണലിൽ പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദം ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. മോസ്റ്റ് റീപ്രൊഡ്യൂസ്ഡ് മാറ്റർ റിലേറ്റഡ് ടു ദ ഫ്രീഡം ഓഫ് ദി പ്രസ് ഇൻ ഇന്ത്യ. ദ ഇന്ത്യൻ ഗവൺമെൻറ് കുഡ് ഹാർഡ്ലി ടോളറേറ്റ് ദീസ് റീപ്രിൻറ്റ്സ് ആൻഡ് കോൺസിക്വൻ്റ്ലി സാൻഫോർഡ് അർനോട്ട് വാസ് ഡീപ്പോർട്ടഡ്. സൂൺ ആഫ്റ്റർ ദിസ് കൽക്കട്ട ജേണൽ വാസ് ക്ലോസ് ഡൗൺ. അപ്പോൾ സഹായിയായിട്ട് നിന്നിരുന്ന സാൻഫോർഡ് എർനോട്ടിനെയും നാട് കടത്താനായിട്ട് തീരുമാനിച്ചു. തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അതും കൂടി ആയപ്പോൾ കൽക്കട്ട ജേണലിന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ലാതാവുകയും കൽക്കട്ട ജേണൽ അതിൻ്റെ പ്രസിദ്ധീകരണം നിർത്തേണ്ടതായിട്ടും വന്നു. ഇനി സെരംപൂർ മിഷണറീസ്. സെരംപൂർ മിഷണറീസ് were a group of Baptist missionaries from England who settled down at Serampore in Bengal. This mission was founded by Sir William Carey, Dr. Joshua Marshman and William Ward, and it prospered under the patronage of the British. The credit for starting the first vernacular newspaper in the country goes to missionary group. Their publication included. അപ്പോൾ എന്താണ് സെരംപൂർ മിഷണറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നും മിഷണറി പ്രവർത്തനത്തിന് വന്ന ബാപ്റ്റിസ്റ്റ് മിഷണറീസാണ് ഈ പറയുന്ന സെരംപൂർ മിഷണറീസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ അറിയപ്പെടാൻ കാരണം ബംഗാളിലെ സെരംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ആദ്യമായിട്ട് ഇവരുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ഡോക്ടർ വില്യം കാരി, ഡോക്ടർ ജോഷുവ മാർഷ്മൻ, വില്യം വാഡ്. ഈ 3 പേര് ചേർന്നിട്ടാണ് ബ്രിട്ടീഷിൻ്റെ കീഴിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ വെർനാക്കുലർ പ്രസ്സാണ് സെരംപൂർ മിഷണറീസ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതായത് തദ്ദേശീയമായിട്ടുള്ള ഭാഷയിലുള്ള പ്രസിദ്ധീകരണം. അവരുടെ 3 പ്രസിദ്ധീകരണങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ദിഗ്ദർശൻ. മറക്കരുത്, സെരംപൂർ മിഷണറീസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അപ്പോൾ ഈ 3 എണ്ണവും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സെരംപൂർ മിഷണറീസ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1818. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. കൽക്കട്ട ജേണലും 1818 തന്നെയാണ്. ദിഗ്ദർശനും ആ വർഷം തന്നെയാണ്. എ മന്ത്ലി മാഗസിൻ, മാസത്തിൽ ഒരു വട്ടമേ ഉള്ളൂ, ഇൻ ബംഗാളി. അതാണ് അഡ്വാൻറ്റേജ്. ആദ്യമായിട്ടാണ് ഇംഗ്ലീഷിലല്ലാതെ ഒരു പ്രസിദ്ധീകരണം
ഇന്ത്യയിൽ ഇറങ്ങുന്നത്, അതും ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബംഗാളി ലാംഗ്വേജിൽ. ദിസ് ജേണൽ ക്യാരിഡ് റിപ്പോർട്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ബട്ട് ഇറ്റ് കെയർഫുള്ളി അവോയ്ഡ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ്. ദിഗ്ദർശൻ ക്രിസ്തീയ രീതിയിലുള്ളത് മാത്രമായിരുന്നില്ല, അതെല്ലാ രീതിയിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഒരു കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ഈ പ്രസിദ്ധീകരണം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ബ്രിട്ടനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഈ പ്രസിദ്ധീകരണത്തിന് ബ്രിട്ടൻ കൊടുക്കുന്ന ആ ഒരു ഹെൽപ്പ് അവർ നിർത്തിക്കളയും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർ പ്രസിദ്ധീകരണം നടത്തിയത്. നോട്ടീസസ്, ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ ന്യൂസ് ഐറ്റംസ് വേർ പബ്ലിഷ്ഡ് ഇൻ ദിസ് പേപ്പർ. അപ്പോൾ നോട്ടീസും ആർട്ടിക്കിൾസും ഒക്കെ ഇവർ പബ്ലിഷ് ചെയ്തിരുന്നു. ഒപ്പം അല്പം എന്തുണ്ടായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ചായിരുന്നു. ഒരിക്കലും കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. അടുത്ത പ്രസിദ്ധീകരണം സമാചാർ ദർപ്പൺ. ദ നെയിം ദിഗ്ദർശൻ വാസ് ചേഞ്ച്ഡ് ടു സമാചാർ ദർപ്പൺ ഇൻ 1890. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും ഒരേ പ്രസിദ്ധീകരണം തന്നെയാണ്. പേരൊന്നും മാറ്റി, ദിഗ്ദർശൻ എന്നുള്ള പേര് മാറ്റി സമാചാർ ദർപ്പൺ എന്നാക്കി. തൊട്ട് പിറ്റത്തെ വർഷം 1819 സോറി ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് അണ്ടിൽ 1840. 1819 സ്റ്റാർട്ട് ചെയ്ത് 1840 വരെ ഇതിൻ്റെ പ്രസിദ്ധീകരണം നടന്നു. ദ സബ്സ്ക്രിപ്ഷൻ റേറ്റ് ഓഫ് ദ വീക്ക്ലി വാസ് 1 rupee പെർ മന്ത്. മറ്റേത് ദിഗ്ദർശനായിരുന്നപ്പോൾ മാസത്തിൽ ഒരു വട്ടമായിരുന്നു. ഇവരായപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ മാസത്തിൽ 4 വട്ടം എന്നുള്ള രീതിയിലേക്കായി. ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫീ, അതായത് 4 കോപ്പിയുടെ വില 1 രൂപയാണ്. അതായത് ഒരു കോപ്പിക്ക് 25 പൈസ. ഇറ്റ് ബിക്കെയിം എ ബൈലിംഗ്വൽ വീക്ക്ലി ഇൻ 1829. 1829 ആയപ്പോഴേക്ക് ഇത് 2 ഭാഷയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. ദിസ് ജേർണൽ സെർവ് നോട്ട് ഓൺലി ആസ് എ പ്രൊപ്പഗാൻഡ മെറ്റീരിയൽ ബട്ട് ഓൾസോ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. It collected news from many places in Bengal and nearby places. Information not available elsewhere could be found in it. Official patronage was a great boon to this paper, and it reached many places and enlisted the service of good contributors. അപ്പോൾ ഇതിൻ്റെ പാട്രോണേജും ഇതിൻ്റെ അവകാശങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നെങ്കിലും ഇത് കൃത്യമായിട്ട് ബ്രിട്ടനിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ബംഗാളിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ വരെ വാർത്തകളാക്കി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ബൈലിംഗ്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ബംഗാളിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിരുന്നു. മൂന്നാമത്തെ പ്രസിദ്ധീകരണം ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് എ മന്ത്ലി മാഗസിൻ ഇൻ ഇംഗ്ലീഷ് സ്റ്റാർട്ടഡ് ഓൺ April 13, 1880. സെയിം വർഷം തന്നെയാണ് 1818. പക്ഷേ ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിക്കുന്നത് മാഗസിൻ. മാസത്തിൽ ഒരു തവണയുള്ളൂ. ജോഷുവ മാർഷ്മൻ വാസ് ഇറ്റ്സ് എഡിറ്റർ. ജോഷുവ മാർഷ്മനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. സാരംപൂർ മിഷണറീസിൻ്റെ സ്ഥാപകരിൽ 2ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ജോഷുവ മാർഷ്മൻ. ദിസ് മാഗസിൻ പബ്ലിഷ്ഡ് എസ്സേസ് ഓൺ സബ്ജക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യ and reviews of works of India published either in Europe or in India. It stopped publication in 1827 due to financial constraints. ഇവരുടെ വാർത്തയുടെ അല്ലെങ്കിൽ ഇവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ചില വിഷയങ്ങളെക്കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുള്ള എസ്സേസ്, അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതിയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ വന്നിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇന്ത്യക്കാർ എഴുതിയിട്ടുള്ളതായിരിക്കാം. ഏത് തരത്തിലുള്ള എസ്സേസ് ആണെങ്കിലും അവരത് പബ്ലിഷ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷേ 1827 വരെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം സമാചാർ ദർപ്പൺ 1840 വരെ പ്രസിദ്ധീകരണം നടത്തി. പക്ഷേ ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വളരെ ചുരുങ്ങിയ കാലഘട്ടം, ഏകദേശം 9 വർഷം മാത്രമാണ് പ്രസിദ്ധീകരണം നടത്താൻ കഴിഞ്ഞത്. കാരണം ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പരസ്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദീസ് പേപ്പർ were to aid missionary works and to support the views of the British administrators in India. Beside these objectives, Serampore missionaries also made use of
this publication as a forum for attacking Vedantic philosophy and Ram Mohan Roy, a social and religious reformer. But it should be kept in mind that news about India and Indian occupied the largest space in this publication, unlike Bengal Gazette. അപ്പോൾ ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയാൽ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വളർത്തിയെടുക്കേണ്ടത്. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ചില സമയത്തെങ്കിലും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഇന്ത്യക്കാർക്കും എഴുതാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഈ പ്രസിദ്ധീകരണത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർ തുറന്നു തന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ഹിന്ദുയിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. ഒപ്പം സോഷ്യൽ റീഫോർമറാണ്. കാരണം സതി, ചൈൽഡ് മാരേജ് തുടങ്ങിയതൊക്കെ നിർത്തലാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാഗസിനുകളിലൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയോട് ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ് നമ്മൾ ഈ പറയുന്ന റാം മോഹൻ റോയ്. സോഷ്യൽ റീഫോർമറൊക്കെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം ഈ എതിർപ്പ് ശക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സേരംപൂർ മിഷണറീസ് അദ്ദേഹത്തിൻ്റെ വേദാന്ത ഫിലോസഫിയെ എതിർക്കാൻ വേണ്ടിയിട്ട് ബൈബിളിക്കൽ സ്റ്റോറീസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാഗസിനുകൾ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിന്ന് രണ്ട് കൂട്ടരെയാണ് പരിചയപ്പെട്ടത്, രണ്ട് ആൾക്കാരെയാണ് പരിചയപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ആണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നിട്ട് കൂടി ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ പ്രസ് ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ്. 1818 കൽക്കട്ട ജേണലിൻ്റെ പ്രസിദ്ധീകരണത്തിൽ എഡിറ്റർഷിപ്പ് ഏറ്റെടുക്കുകയും അതിലൂടെ രൂക്ഷമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഓഫീഷ്യൽസ് നടത്തുന്ന രാത്രികാല നരവേട്ടകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഡീപ്പോർട്ടഡ് ആവുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഒരു ഇന്ത്യക്കാരന് വിറ്റു. അതിനുശേഷം $27,000 അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടി. അൺഫോർച്ചുനേറ്റ്ലി അത് പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം ഈ ഇന്ത്യക്കാരനെ സഹായിക്കാൻ നിന്ന 2 ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ ഉണ്ടായിരുന്നു. അതിലൊരാളെ കൂടി ഇംഗ്ലണ്ട് ഡീപ്പോർട്ട് ചെയ്തു ഇംഗ്ലണ്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസിദ്ധീകരണം വളരെ പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇംഗ്ലണ്ടിൽ പോയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം തുടരാനായിട്ട് ഒരു ന്യൂസ് പേപ്പർ കൂടി സ്റ്റാർട്ട് ചെയ്തു ഇംഗ്ലണ്ടിൽ. ഓറിയൻ്റൽ ഹെറാൾഡ് എന്ന പേരിൽ ഒരു പുതിയ പ്രസിദ്ധീകരണം തുടങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ആ പ്രസിദ്ധീകരണത്തിൽ വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും അതേപടി കൽക്കട്ട ജേണലിൽ പബ്ലിഷ് ചെയ്യാനുള്ള അനുമതി അദ്ദേഹം അവർക്ക് കൊടുത്തിരുന്നു. അടുത്തത് ഒരു മിഷണറി ഗ്രൂപ്പാണ്, സേരംപൂർ മിഷണറി ഗ്രൂപ്പാണ്. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ബാപ്റ്റിസ്റ്റ് മിഷണറീസാണ്. പക്ഷേ ബംഗാളിലെ സേരംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത്. ക്രിസ്ത്യാനിറ്റി വളർത്തുക എന്ന പേരിൽ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച് ഒപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും ഒപ്പം ഇന്ത്യക്കാർക്ക് എഴുതാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ചെയ്ത ഒരു സംരംഭമാണ് സേരംപൂർ മിഷണറീസ്. അവരുടെ 3 പ്രസിദ്ധീകരണങ്ങളാണ്. അതിലൊന്ന് ദിഗ്ദർശനാണ്. 1818 ദിഗ്ദർശൻ ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രസിദ്ധീകരണം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. പൊളിറ്റിക്കൽ ന്യൂസുകൾ വന്നിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 1819 സമാചാർ ദർപ്പൺ എന്ന പേരിൽ ദിഗ്ദർശൻ തന്നെ അതിൻ്റെ പ്രസിദ്ധീകരണവും അതിൻ്റെ പേരൊന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കുകയും ഒപ്പം മാസത്തിൽ 4 തവണ എന്ന രീതിയിൽ ഒരു വീക്കിലി ആയിട്ട് മാറാനായിട്ട് അവർ തീരുമാനിക്കുകയും ₹1 സബ്സ്ക്രിപ്ഷൻ മന്ത്ലി വെച്ചുകൊണ്ട് അവർ അവരുടെ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ട് പോയി. 1829 അത് ബൈലിംഗ്വലായിട്ട് മാറി. ഇംഗ്ലീഷിൽ കൂടി അതിൻ്റെ പ്രസിദ്ധീകരണം കടന്നു വരാനായിട്ട് കാരണമായി തീർന്നു.
ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയ പ്രസിദ്ധീകരണമാണ്. 1840 അതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തേണ്ടി വന്നു. പിന്നെയുള്ളത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ്. 1818 ജോഷുവ മാർഷ്മൻ തന്നെ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്. അതിൻ്റെ പബ്ലിക്കേഷൻ 1827 ഫിനാൻഷ്യൽ ക്രൈസിസിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ സാരംപൂർ മിഷണറീസിൻ്റെ കോൺട്രിബ്യൂഷനും ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യൻ പ്രസ്സിന് കൊടുത്ത കോൺട്രിബ്യൂഷനെ കുറിച്ചും നന്നായിട്ട് പഠിക്കുക. ഒപ്പം കൊറോണയ്ക്കെതിരെ സേഫായിട്ടും ജാഗ്രതയോട് കൂടിയിട്ടും ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.